നമസ്കാരം, എല്ലാവർക്കും ഷീബാസ് ബൈറ്റ്സ് ആൻഡ് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സൂപ്പ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് സൂപ്പാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഒക്കെ നമുക്ക് കണ്ടു നോക്കാം. ഇന്ന് നമുക്ക് നല്ല ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. ഇതിനായിട്ട് സൂപ്പിൻ്റെ കഷ്ണങ്ങൾ എന്നും പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് ചിക്കൻ്റെ എല്ലും മാംസവും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. കറിക്ക് വേണ്ടി വാങ്ങിക്കുന്നതിൽ നിന്നും കുറച്ച് എല്ലും മാംസവും ഒക്കെ എടുത്ത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ല് നമ്മൾ എടുത്തിരിക്കണം. നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വഴറ്റി മാറ്റി വയ്ക്കുവാണ്. ഇവിടെ ഞാൻ ക്യാരറ്റും കുറച്ച് സവാളയും ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇട്ടിരിക്കുന്നത്. ബീൻസ് ഇടാം, ക്യാബേജ് ഇടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ബട്ടർ ഇട്ടിട്ട് പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി നുറുക്കിയത് ഒരു 5-8 എണ്ണം, പിന്നെ 1 ഇഞ്ചോളം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത്, 2-3 പച്ചമുളക്, ഒരു 10-15 ചെറിയ ഉള്ളി, അതൊന്ന് 2ആയിട്ട് പിളർന്നാൽ മതി, ഒരു കഷ്ണം പട്ട, ചെറിയൊരു കഷ്ണം മതി, കൂടി പോകരുത്, 2 ഗ്രാമ്പു, 1 ഏലയ്ക്ക, ചെറിയൊരു ബേ ലീഫ്, പിന്നെ കുറച്ച് ഒരു 5-6 പെരിഞ്ജീരകം, പിന്നെ വേണ്ടത് ചതച്ച കുരുമുളകാണ്. അതൊരു 1/2 ടീസ്പൂൺ എടുക്കാം. കുരുമുളക് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മസാല എന്താണെങ്കിലും കൂടാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ചിക്കൻ പീസസ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം. ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്, അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ളത് വേണം. ഒരു 1/2 ടീസ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിടുക, പിന്നെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 8 ഗ്ലാസ് 300 ഗ്രാം ചിക്കന് ഒരു 8 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ എടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുക്കർ അടയ്ക്കാം. വേവിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ കേൾക്കണം. ഒരു വിസിൽ കേൾക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ലോയിലാക്കി വയ്ക്കണം. അങ്ങനെ ഏറ്റവും സിമ്മിൽ വെച്ച് ഇതൊരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 4 വിസിലൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട്. അതിൻ്റെ ആവിയെല്ലാം പോയി. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള സൂപ്പാണ്. ഈ വെള്ളം പകുതിയോ അതിൽ കുറവോ ആയിട്ട് വറ്റിച്ചെടുക്കണം. അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അങ്ങനെ വറ്റിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ്റെ എല്ലിനകത്തെ മജ്ജയിലൊക്കെയുള്ള സത്തൊക്കെ ഇറങ്ങണമെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. പണ്ടൊക്കെ നമ്മൾ കലത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എളുപ്പത്തിനാണ് ഈ കുക്കറിലൊക്കെ ചെയ്യുന്നത്. മൺകലത്തിൽ വെച്ച് അടപ്പത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ തന്നെ തിളച്ച് കഴിയുമ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പകുതിയിൽ താഴെയായിട്ട് വറ്റി കിട്ടണം. ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗം വറ്റുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ നോക്കുക, പിന്നെ കുരുമുളകൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരവും കൂടി ഒന്ന് വറ്റണം. അതുവരെ നമുക്ക് സിമ്മിൽ തന്നെ വെച്ച് തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ സൂപ്പൊക്കെ നല്ലോണം വറ്റി റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ
ചൂടോടുകൂടി തന്നെയാണ് സെർവ് ചെയ്യുന്നത്. കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ചിക്കൻ്റെ പീസസും എല്ലാം കൂടി ഇട്ടിട്ട് വേണം നമ്മൾ സൂപ്പ് സെർവ് ചെയ്യാനായിട്ട്. ഇതിനകത്തേക്ക് വെറുതെ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. 1 ടീസ്പൂണൊക്കെ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ വേറെ 2 രീതിയും കൂടി കാണിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നല്ല പശുവിൻ്റെ നെയ്യ് കിട്ടുവാണെങ്കിൽ അതിലേക്ക് 2-3 വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. അത് ഈ സൂപ്പിനകത്തേക്ക് ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് പോരെങ്കിൽ അതും ഒക്കെ ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ചൂടോടെ തന്നെ നമുക്കിത് കുടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ബൗളിലേക്ക് ഞാൻ നാരകത്തിൻ്റെ ഇല 2 എണ്ണം പറിച്ചിട്ടൊന്ന് കീറി ഇടുന്നുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ ചെയ്യണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ സൂപ്പിന് വരുന്നത്. വേണ്ടവർക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കാം. ഒഴിച്ചില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. 2-3 ഡ്രോപ്പ് ഇട്ടാൽ മതി. ചിലർക്ക് ആ പുളി ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ എനിക്കെന്തോ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചതാണ് ഇങ്ങനെ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് 2ലും നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ കൂടി ഇടാം. എന്നിട്ട് ചൂടോടുകൂടി കഴിക്കാം. ഇപ്പോൾ ഈ മഴക്കാലത്താണ് സൂപ്പൊക്കെ കുടിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ സാധാരണ മട്ടൻ്റെ സൂപ്പൊക്കെ നമ്മൾ ഈ മഴക്കാലത്ത്, അതായത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. വെജിറ്റബിൾ സൂപ്പ്, മട്ടൻ സൂപ്പ്, ബീഫ് സൂപ്പ് ഉണ്ടാക്കുന്നവരുണ്ട്, ചിക്കൻ സൂപ്പ്, അങ്ങനെ എല്ലാ സൂപ്പുകളും നമ്മൾ കർക്കിടകത്തിലൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മട്ടൻ്റെയൊക്കെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാവരും സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. താങ്ക് യു.